മലയാളത്തിലെ ഒരു പ്രശസ്തനായ സംഗീത സംവിധായകന്റെ മോനാണ്. തമിഴിൽ ഒരുപാട് അടിപൊളി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. രവീന്ദ്ര മാഷിന്റെ മോനാകുമ്പോ ഇങ്ങനെയല്ലേ, ഹൗ കൻ യു സിംഗ് ലൈക് ഡാഡി മമ്മി വീട്ടിലില്ല പറഞ്ഞിട്ട് എങ്ങനെ ആടുങ്ങട ഡങ്കാമാരി 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 ഊതാരി പുട്ടുക്കിന നീ നാരി റുട്ടെത്ത് കോട്ട് പൊട്ടൻ കോട്ട് മെല്ല റോഡ് പൊട്ടൻ. ഇത്ര വർഷമായിക്കോട്ടെ ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല അച്ഛൻ്റെ പാട്ട് എവിടെയും നോട്ട് ഇൻ ഓൺ സ്റ്റേജ് ഓർ നോട്ട് ഇൻ എ സോഷ്യൽ മീഡിയ. മാഗസിനിലൊക്കെ വന്നതുപോലെ നവീൻ മാതിന്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ അക്ഷരസ്ഫുടത ഒട്ടും ശരിയില്ല. പ്ലീസ് ഡോണ്ട് സ്പോയിൽ ദ സോങ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചേരുവിലായി. People think that is much easier when you're son of an actor, son of a music director, but it makes you difficult double or like 3 times. ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாயப்பொத்து. This was a big actually, Vijay sir വന്നിട്ട് especially opening song പറഞ്ഞ that's a different level of ഒരു ഭയങ്കര ഒരു വിഷമമാണ്, because I couldn't sing for my dad. I couldn't even try those kind of songs പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. That is always a black mark. I can never do that again, right? Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ട്രിപ്പ് പോയാൽ ബസ്സിൽ ഏറ്റവും അധികം പ്ലേ ചെയ്യുന്നത് ഈ മനുഷ്യൻ പാടിയ പാട്ടുകളാണ്. മലയാളത്തിൻ്റെ പ്രതിഭാധനനായ സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷിൻ്റെ മകനായി പിറന്ന് AR റഹ്മാനിലൂടെ മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്ത ഒരു അസാമാന്യ പ്രതിഭ. പലർക്കും ഇദ്ദേഹത്തിൻ്റെ പേരോ മുഖമോ അറിയണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളൊക്കെ ആഘോഷമാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക് എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പം കാണിക്കുന്നത്. രവീന്ദ്രൻ മാഷിൻ്റെ മകൻ നവീൻ മാധവ് രവീന്ദ്രനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങളുടെ രവീന്ദ്രൻ മാഷിൻ്റെ മകനാണ്. ഞങ്ങൾ കേട്ടിരുന്ന ഒരുവിധപ്പെട്ട എല്ലാ തമിഴ് സോങ്സിൻ്റെയും ശബ്ദത്തിൻ്റെ ഉടമ എന്നുള്ളത്. ഗ്രേറ്റ് ഫാൻ ഓഫ് യു. ഇപ്പോഴാണത് പറയാൻ പറ്റിയത്. മൈ പ്ലഷർ. ഈ ജാമ്യയുടെ ഒരു റീല് വന്നപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നും ഇങ്ങനത്തെ ഒരാളുടെ വർക്കാണ് നമ്മൾ ഏറ്റവും അധികം ഡാൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റീൽ തന്നെയാണോ? ആ റീൽ എത്രത്തോണ്ട് നവീനിലേക്ക് അത് എത്തിയിട്ടുണ്ട്? ഇല്ല, റീൽ നന്നായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് അതായത് എല്ലാരും വിഷ്ണു പറയുന്ന പോലെ എല്ലാരും ഭയങ്കര ഷോക്കായിരുന്നു. ഈ പാട്ടൊക്കെ എല്ലാരും കേട്ട് ഇവിടെ നല്ല ഹിറ്റായ പാട്ടുകളാണ് നാട്ടില്. എനിക്ക് ഒബ്വിയസ്ലി വിജയ് സാറിന് വന്നിട്ട് തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് കൂടുതലും ഫാൻസ് ഉള്ളത്. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ്. അതെ, എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറയാറുണ്ട്. അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ വിളിച്ച് പറയാറുണ്ട് ഇതുപോലെ പാട്ട് നല്ല ഹിറ്റായിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല ഇതിലൊക്കെ പോകുന്നുണ്ട് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വന്നിട്ട് അത്ര ഒരു ശ്രമം നടത്തിയിട്ടില്ല. അതാണ് സത്യം. ആക്ച്വലി നമ്മൾ നമ്മളുടെ സൈഡിൽ നിന്ന് അത്ര കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലൈക് പീപ്പിൾ ഐ എം എ പ്ലേ ബാക്ക് സിംഗർ, സോ നോട്ട് ഇൻ ദ ഫ്രണ്ട്, സോ പ്രോബ്ലി ഐ വുഡന്റ് ബ്ലെയിം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എന്താ പറയാ, ഈ റീൽ എത്തുന്നതോട് കൂടിയിട്ട് കുറേം കൂടി ആളുകൾ മനസ്സിലാക്കാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതെ, തീർച്ചയായിട്ടും അല്ലേ. എന്ത് വെച്ചാല് അച്ഛന്റെ മേളിലുള്ള ഭയങ്കര ഒരു ഇതാണ് ആക്ച്വലി. അച്ഛൻ ഇത് സപ്പോസ് ഐ വാസ് നോട്ട് രവീന്ദ്ര മാഷസ് സൺ, ഐ വുഡ് ഹാവ് ബീൻ എ സിംഗർ. ബട്ട് ഇത് ഭയങ്കര ഷോക്ക് പറഞ്ഞ അവരെ വന്നിട്ട് രവീന്ദ്ര മാഷിന്റെ മകനാണ് അത്. ആൻഡ് ദേ ഫീൽ ലൈക്ക് ആസ് വാട്ട് എവർ യു സെഡ്, ദേ ഫീൽ സോ ബാഡ്. രവീന്ദ്ര മാഷിന്റെ സൺ വന്നിട്ട് ഹൗ ഇസ് ദാറ്റ് വി ഡിഡ്ന്റ് ഈവൻ റെക്കഗ്നൈസ് ആൻഡ് ഈവൻ ലൈക്ക് ഗിവ് ഹിം ദ പ്രോപ്പർ പ്ലേസ്. അതാണ് ഒത്തിരി പേര് എന്റെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നത്. അയ്യോ, ഐ എം വെരി സോറി, ഐ ഡിഡ്ന്റ് നോ ലൈക്ക് ഇറ്റ് വാസ് യു. അത് ഭയങ്കര ഒരു ഷെയിംഫുൾ തിങ് ആണ്. എനിക്ക് പറയാൻ തന്നെ ഭയങ്കര ഒരു ഐ ഫീൽ സോ ഷെയിംഡ്. അങ്ങനെയാണ് ആക്ച്വലി ഒത്തിരി പറയുന്നത്. ഇപ്പൊ അച്ഛന്റെ മേലുള്ള ഒരു ഭയങ്കര ഇതുമാണ്. ഇപ്പൊ ഇന്ത്യയിലല്ല, കേരളത്തിലും ഇല്ല, ചെന്നൈയിൽ എവിടെയും ഇല്ല. ഇപ്പൊ എവിടെയാണ് ഉള്ളത്? എന്താ ചെയ്യുന്നത്? എവിടെയാ ശരിക്കും? ഞാൻ വന്നിട്ട് ഇപ്പൊ UK സെറ്റിൽ ആയിട്ട് 2 years ആയി. ഓക്കെ. 2022 November we came here. അത് എന്ത് വെച്ചാല് പ്രോപ്പറായിട്ട് പറഞ്ഞാല്
My wife had an opportunity here. She's working in MNC. ഓക്കെ. So അത് ഒരു 8 years she's working there. So അവര് വന്നിട്ട് മുമ്പേ പറഞ്ഞിരുന്നത് പോലെ പല പ്രാവശ്യം ഇങ്ങനെ ഒരു ഔട്ട്സോഴ്സിന്റെ ഇത് വന്നിട്ടുണ്ട് അബ്രോഡില്. പക്ഷെ അപ്പോഴൊക്കെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ഒക്കത്തില്ല. എന്റെ പണി മൊത്തം അവിടെയാണല്ലോ. സോ റെക്കോർഡിങ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ചെന്നൈ, നമ്മുടെ നാട്ടില്. So adu vannitu was never an option of moving out from India. We didn't have a second thought. No ways we cannot go. പക്ഷേ ഈ കോവിഡ് വന്നപ്പോൾ 2 years we were completely stuck at home and we started working from home. ഓക്കെ. So നമ്മുടെ റെക്കോർഡിങ് അങ്ങനെ ആയിരുന്നു. വീട്ടിൽ മൊത്തം സെറ്റപ്പ് ഉണ്ടാക്കി പിന്നെ അവിടെ നിന്ന് പാടുന്നതും. So we also learned how to work from anywhere, not going to a particular place. So അങ്ങനെ ആവുമ്പോൾ ലൈക്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഓഫർ വന്നപ്പോൾ ഷീ ജസ്റ്റ് കെയിം അപ്പ് വിത്ത് സെയിങ് UK ഒരു ഓഫർ വന്നിട്ടുണ്ട്, ലെറ്റ്സ് കൺസിഡർ. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കും തോന്നി വൈ നോട്ട്, ബിക്കോസ് യുനോ ലൈക്ക് ഇവിടെ വന്നെങ്കിൽ ഞാൻ പറഞ്ഞ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ബോസ്റ്റിംഗ്, ബട്ട് ഞാൻ പാടി ആക്ച്വലി അത്യാവശ്യം എല്ലാവരും പാടി. ധനുഷിന് പാടി, വിജയ് സാറിന് പാടി, അജിത്തിന് പാടി, എല്ലാവരും ഓൾ ദ മെയിൻ ആക്ടേഴ്സ് ഹാവ് സങ്, മെയിൻ കമ്പോസേഴ്സ് ഹാവ് സങ്. So now my hunt is on something else, you know, like not as a playback singer. I just want to come out and explore more on music, more on new gen music. So angane that also was running in my head, you know, like so adayipo like both together UK is a place of music. So angane vannittu oru idu vannappo I thought, okay, why not try just take a little deviation from this recording, then playback singing. അങ്ങനെ ചെയ്തിട്ട് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. മ്യൂസിക് അല്ലേ, അത് കിടപ്പുണ്ട് ഇങ്ങനെ. So probably like that is one more thing I decided, okay fine. It just took 1 month. 1 monthly we just thought, okay fine. One weekly we decided, we applied for everything, got everything. 1 monthly we moved from Chennai, because initially I didn't tell mom, because never been like this. Okay, ഈ ഇത്ര വർഷമായി, 45 വർഷമായി ഇതെനിക്ക് അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല. ലൈക്ക് ഷീസ് ഇൻ കേരള, ചെന്നൈ, എപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിൽ ജസ്റ്റ് ഗോ മീറ്റ്. ഇതൊക്കെ പറഞ്ഞപ്പോ ഷീ വാസ് ലൈക്ക്, വാട്ട് ആർ യു സേയിങ്, യു ആർ ഗോയിങ് ടു UK, ലൈക്ക് എത്ര ദൂരം ഉണ്ട് അറിയാമോ, ലൈക്ക് സോ ഐ സെഡ് ഓക്കെ. ഐ മേഡ് മോം വാസ് അണ്ടർസ്റ്റാൻഡ്, അമ്മ ഇങ്ങനെയാണ് നമുക്ക് പോയ. ആൻഡ് ഐ ഹാവ് എ ഡോട്ടർ, ലൈക്ക് ഷീ ഈസ് 12 years old. ഓക്കെ. സോ അതൊക്കെ ആലോചിക്കുമ്പോ ഐ തോട്ട്, ഓക്കെ ദിസ് എ റൈറ്റ് ടൈം, ഐ നോ ലൈക്ക് ദ റൈറ്റ് പ്ലേസ്. അങ്ങനെ ഒരു തോന്നൽ ആക്ച്വലി, യു നോ ലൈക്ക് സംതിങ് ഒരു ഇൻറ്റ്യൂഷൻ പോലെ. ഓക്കെ, വൈ നോട്ട്. ഇപ്പോൾ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് അടിച്ചു പൊളി പാട്ടുകളാണ്. ആളുകൾ ഡാൻസ് ചെയ്യിപ്പിക്കുന്ന പാട്ടുകൾ. എല്ലാ മെയിൻ സ്ട്രീം ഹീറോസിൻ്റെയും ഇൻട്രോ സോങ്സ് പാടിയിട്ടുണ്ട്. ആൻഡ് യു ഡിഫൈൻഡ് ലൈക്ക് 90s കിഡ്സ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഞാൻ പോക്കിരി എന്നുള്ള പടം തൊട്ട് തുടങ്ങിയാണ്. അതാണ് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ഉള്ളത്. മറ്റു പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും കേട്ടിട്ടുണ്ട്. മണീഷ് ശർമ്മ ശങ്കർ മഹാദേവന്റെ വോയിസിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു പാട്ടാണ്. നവീന് തന്നിട്ട് പറഞ്ഞു 100% നീ കൊടുത്ത് പാടണം, നമുക്കിത് വർക്ക് ചെയ്യണം, ഇത് എന്റെയും കൂടി വാശിയാണ്. ആടുങ്കട എന്നെ സുത്തിയുടെ ബാക്ക്ഗ്രൗണ്ടിലെ കഥ പറയാമോ? It was very challenging and very thrilling, and that's a life changing, you know, like opportunity aanu, like it doesn't knock every time. So have to be like എന്ത് പറയുക, ഭയങ്കര ഇതായിരുന്നു. It is a time where actually we are waiting to prove something, waiting to get out, you know, do something big. So opportunities അങ്ങനെ വരത്തില്ല, എസ്പെഷ്യലി ദിസ് ഫീൽഡ് വന്നിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നറിഞ്ഞില്ല നമുക്ക്. So by God's grace, like I had a godfather, Manish Sharma sir, and അതിന് മുമ്പ് ഒത്തിരി ഹാർമണീസ്, and I have sung Telugu song for him before that. This was a big, actually, you know, Vijay sirന്റെ വന്നിട്ട് especially opening song പറഞ്ഞാൽ that's a different level of you know, like entry to the music career actually. So അങ്ങനെ ആലോചിക്കുമ്പോ ടെൻഷൻ ആയിരുന്നു. Like he gave the whole thing on me. Okay, he trusted on me. He said like, okay, do it. And it was completely, you know, like ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു, because we took a couple of days correction ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ he gave the studio to me. We should say like, literally, like he said, I want the best out of you, not just okay or a track song. ഇത് നിന്റെ സോങ് ആയിട്ട് നീ പാട്, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ ആക്ടർ. This is your song, consider that is your song and sing it. So all thanks to him. Otherwise definitely I don't know where it would have gone.
അപ്പൊ വിജയ് ഇന്നത്തെ വിജയ് ആവാനും പ്രധാനപ്പെട്ട സിനിമ പോക്കരി എന്നുള്ള സിനിമയാണ്. അതിലത്തെ ഓപ്പണിംഗ് സോങ് ആണ്. അതിന്റെ ആ കോസ്റ്റ്യൂംസ്, ഇപ്പം നവിന്റെ വോയിസ് പോലും വിജയുടെ അത്ര സിംഗാണ്. എത്രയോ ആക്ടിവിറ്റീസ് ചെയ്തിട്ടാ വിജയ് ആ പാട്ട് പാടുന്നത്, ഷൂട്ടൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത് കുറെ. പക്ഷെ അവിടെ കറക്റ്റ് സിങ്ക് ആണത്. ഇപ്പൊ ലാലേട്ടൻ പാടുമ്പോ MG ശ്രീകുമാറിന് അത്രയും സിങ്ക് ആയിരുന്ന പോലെ പെർഫെക്റ്റ് സിങ്ക് ആണ് ആ പാട്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി കറക്റ്റ്. അത് ഇപ്പോഴും വന്നിട്ട് വിജയ് സാറിന്റെ ഫാൻസ് ഒത്തിരി പേരിനെ എനിക്കറിയാം കേട്ടോ. അപ്പൊ അവരൊക്കെ പറയും ഇപ്പോഴും വന്നിട്ട് പോക്കരി പൊങ്കൽ ആണ് ടോപ്പ്. ഇഫ് വിജയ് സാറിന്റെ ഓപ്പണിംഗ് സോങ് പറഞ്ഞ ആ ഡാൻസും ആ ലുക്കും ആ കോസ്റ്റ്യൂം ദ സോങ് ആസ് ഇറ്റ് ഒരു മേളാണ് ആക്ച്വലി. ഇറ്റ്സ് എ ഗ്രൂപ്പ്. അത് BGM ആവട്ടെ, BGM പ്രഭുദാസ് സാർ വന്നിട്ട് ചേർന്ന് ഡാൻസ് കളിക്കുന്ന അതൊക്കെ വന്നിട്ട് ഇറ്റ്സ് ഓൾവേസ് ഹൈലൈറ്റ് ഫോർ വിജയ് സാർ. എന്റെ ബെസ്റ്റ് ആണ് ആക്ച്വലി. പോക്കരി പൊങ്കൽ ഒന്ന് പാടാവോ? ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி கடா வெட்டி பொங்க வச்சா காளியத்தா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா அடியும் உதையும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா போக்கிரி பொங்கல் மாமே. നിങ്ങള് തമിഴ് ഇത്ര നന്നായി പാടുമ്പോൾ നമ്മൾ വിചാരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടറുടെ മകൻ, ആൾക്ക് മലയാളത്തിൽ മര്യാദയ്ക്ക് പാടാൻ പറ്റുന്നില്ല, പക്ഷെ തമിഴ് ഇത്ര അടിപൊളിയായിട്ട് പാടുന്നു. ഇത് എപ്പോഴെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ട് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്നൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ചെന്നൈയാണ്. That is one thing, but that cannot be given as a reason. I know that. But വീട്ടില് ഞങ്ങൾ വന്നിട്ട് തമിഴാണ് സംസാരിച്ച. അത് ഐ ഡോണ്ട് നോ വൈ. അച്ഛനെ അമ്മയെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ ബിക്കോസ് ഓൾ മൈ ഫ്രണ്ട്സ്, എനിക്ക് ഒത്തിരി എപ്പോഴും ഫ്രണ്ട്സ് ആണ്. സ്കൂൾ സമയത്തിലും കോളേജ് എല്ലാത്തിലും എപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ എന്റെ ഫ്രണ്ട്സ് എപ്പോഴും ഐ ഗിവ് പ്രോമിനന്റ് ആൻഡ് വീട്ടിലും ദേ കൺസിഡർ ദം. സോ അവരോട് സംസാരിക്കുമ്പോൾ ലൈക്ക് ദേ ടോക്ക് ഇൻ തമിഴ്. അങ്ങനെ വന്നിട്ട് ലൈക്ക് കൈൻഡ് ഓഫ് ഇറ്റ് ബിക്കേം ലൈക്ക് ദാറ്റ്. ഞങ്ങളെ കാണുമ്പോ പെട്ടെന്ന് എടാ അങ്ങ പോയിട്ട് അതായത് പോയി വാങ്ങിട്ട് വന്നിട്ട് അപ്പോഴേ അമ്മയോട് സംസാരിക്കുമ്പോ ശോഭേ നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യാം. ദാറ്റ് വാസ് സോ മച്ച് ദയർ ആക്ച്വലി. സോ അപ്പോഴും വന്നിട്ട് ഞാൻ ഒരു സിംഗർ ആണോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് ലൈക്ക് ഐ ഡിഡ്ന്റ് ഫോക്കസ് ഓൺ ദാറ്റ്. ഓ നമുക്ക് മലയാളം പഠിച്ചേ പറ്റൂ അങ്ങനെ ഒന്നുമില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്കും തോന്നി. പിന്നെ നമുക്ക് പാടാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് മലയാളം ആവുമ്പോ നമുക്ക് സംസാരിക്കണം. ഒത്തിരി ലാംഗ്വേജ് ഇസ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ടോക്ക്. ഇറ്റ്സ് എ പ്രാക്ടീസ്. അതല്ലേ ലാംഗ്വേജ്. നമുക്ക് കുറച്ച് ഇപ്പം നമ്മൾ മദർ ടങ് ആയാലും നമുക്ക് ഒരു 5 വർഷം 6 വർഷം അത് സംസാരിക്കാതിരുന്ന യു വിൽ സ്റ്റാമർ ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ദ ബിഗിനിങ്. കുറച്ച് നമുക്ക് എന്താ എവിടെ ഇതൊക്കെ വരുന്നില്ലല്ലോ വായിൽ അങ്ങനെ തോന്നും. ഏത് ലാംഗ്വേജ് ആയാലും. ഞാൻ സംസാരിക്കുന്ന തമിഴ് വന്നിട്ട് നോബഡി തിങ്സ് ഐ എം എ മലയാളി. ഇവിടെ ഇൻഡസ്ട്രിയിൽ പോലും ഞാൻ മലയാളി എന്ന് പറഞ്ഞ വാട്ട് മലയാളിയോ അങ്ങനെ കേൾക്കുന്നില്ല. ബിക്കോസ് മലയാളി തമിഴ് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ മലയാളം ഇൻഫ്ലുവൻസ് വിൽ ബി ദർ. കേട്ടോണ്ട് തമിഴ് ആൾക്കാർ മനസ്സിലാവും അത് ഓ മലയാളിയാന്നല്ലേ പറഞ്ഞത്. പക്ഷെ മൈ തമിഴ് ഇസ് പക്ക ലോക്കൽ തമിഴ്. സോ അങ്ങനെ ആവുമ്പോ നമുക്ക് അതൊരു പ്രശ്നം ഇല്ലായിരുന്നു ടിൽ I took music and singing as my career. അങ്ങനെ ആവുമ്പോ അത് ഒരു ഭയങ്കര ഒരു വിഷമമാണ്. ബിക്കോസ് ഐ കുഡന്റ് സിംഗ് ഫോർ മൈ ഡാഡ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. ബിക്കോസ് എനിക്ക് വന്നൊരു പ്രമദവനമോ അല്ലെങ്കിൽ ഹരിമർ അങ്ങനെ പാട്ടുണ്ടാ. അറ്റ്ലീസ്റ്റ് ഐ കുഡ് ഹാവ് സങ് സം അതർ ഈസി ആൻഡ് നൈസ് സോങ്സ്. എത്ര അച്ഛൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് സ്ലോ സോങ്സ്. ബട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ് ക്രൈറ്റീരിയ ഐ കുഡന്റ് ഈവൻ ട്രൈ ദോസ് കൈൻഡ് ഓഫ് സോങ്സ്. പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ദാറ്റ് ഈസ് ഓൾവേസ് എ ബ്ലാക്ക് മാർക്ക്. ഐ ക്യാൻ നെവർ ഡു ദാറ്റ് അഗൈൻ റൈറ്റ്. അപ്പൊ അച്ഛന്റെ പാട്ട് വന്നിട്ട് അങ്ങനെ പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അത് അച്ഛന്റെ വന്നിട്ട് മലയാളത്തില് ഒറ്റൊരു പാട്ടേ പാടിയിട്ടുള്ളൂ. ഇറ്റ്സ് എ ഫാസ്റ്റ് നമ്പർ. അന്നൊക്കെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. ലൈക്ക് ന്യൂ ആണ്, ഫ്രഷ്. അപ്പൊ നമുക്ക് വന്നിട്ട് ഓക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തതാ എന്റെ ഹൃദയത്തിന്റെ ഉടമ. സോ അതിൽ വന്നിട്ട് പ്രണയം, ഐ തിങ്ക് പ്രണയം വിരിയും അങ്ങനെ ഒരു പാട്ടായിരുന്നു. ഞാൻ അത് കേട്ടിട്ടില്ല കേട്ടോ. എന്തറിയോ നമുക്കത് മതിയായി. അപ്പോഴത് കേട്ടിട്ട്
നമ്മൾ പാടിയപ്പോ ഒത്തിരി ഇത് വന്നു. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴേ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. മാഗസിനിലൊക്കെ വന്നതുപോലെ നവീൻ മാധവന്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷെ അക്ഷരസ്ഫുടത ഒട്ടും ശരിയില്ല, പ്ലീസ് ഡോണ്ട് സ്പോയിൽ ദ സോങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എവിടേക്കോ കേട്ട്. അപ്പൊ അത് അങ്ങനെ മാറ്റി വെച്ച് ഓക്കെ നമുക്ക് അത് സെറ്റ് ആവത്തില്ല. പക്ഷെ എന്താ വെച്ചാല് ഞാൻ ഐ നോ ലൈക്ക് പീപ്പിൾ ലവ് ഡാഡ്. ഓക്കെ, അച്ഛനെ വന്നിട്ട് അത്ര ആരാധിക്കുന്ന ആൾക്കാരാണ്. അച്ഛന്റെ പാട്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്താലും അവന് ഒട്ടും അത് അംഗീകരിക്കാൻ ഒക്കാത്ത ഒരു സംഭവമാണ്. അതിൽ കുറച്ച് നമുക്ക് വല്ല പ്രശ്നം വന്നാലും ഇറ്റ്സ് മോർ ദാൻ ലാംഗ്വേജ്. അച്ഛന്റെ, അത് രവീന്ദ്രൻ മാഷിന്റെ മകൻ ഈ മലയാളം സംസാരിക്കാൻ പറ്റുന്നില്ല പറയുമ്പോൾ couldn't accept it. അതാണ് ഫാക്ട്. ഇപ്പൊ നമുക്ക് എത്രയോ പേര് വന്നിട്ട് കുറച്ച് ശ്രീരാമാവട്ടെ അല്ലെങ്കിൽ ഉദിത് നാരായണാട്ടെ യുനോ ലൈക്ക്, സോ അവരുടെ പാട്ടൊക്കെ എന്ത് ചെല്ലമ്പല്ലിക്കാറ്റൊക്കെ പാടിയിട്ട് ലൈക്ക് ഇറ്റ് വാസ് ബീൻ സെലിബ്രേറ്റഡ്, യുനോ ലൈക്ക്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് അലോൺ ദ ലാംഗ്വേജ്. ഇറ്റ് ഈസ് രവീന്ദ്രൻ മാഷിന്റെ മകൻ വന്നിട്ട് ഹൗ ക്യാൻ ഹി ബി വിതൗട്ട് നോയിങ് ദ മലയാളം? അച്ഛനാവുമ്പോ അത്ര സ്ട്രോങ് ആയിരുന്നു മലയാളത്തിൽ വന്നിട്ട്. സോ people cannot accept that. Adana the 100% fact. I really feel so bad about it because it's my mistake. I should have done that. But one more thing is like ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ തെലുഗു, I don't know Telugu. I didn't have Telugu friends. I don't know anything about Telugu language. But I sung more than 300 songs in Telugu. For all the big composers, for all the big actors, Chiranjeevi-lirunnu, Mahesh Babu-lirunnu, everybody have sung. Allu Arjun, everybody have sung. Yes. How was that possible? So manasila like so language is one thing. What the more you talk, as I said, Telugu people also like lyricists okay, അവർ പറഞ്ഞ they didn't even have to like correct my dictions. So much it got so fluent for me. Yes. പാടി 300 songs is not just a little thing. നമ്മൾ ഒന്നൊന്ന് പാടുമ്പോൾ like എനിക്ക് ഒരു വാക്കിന്റെ അടുത്തിലൊക്കെ പാട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. But you are learning things. ആക്ച്വലി ഡാഡി മമ്മി വീട്ടിലെ പാടിയതിന്റെ തെലുങ്ക് വേർഷൻ അല്ലേ ആദ്യം പാടുന്നത്? അതെ, ഡാഡി മമ്മിന്റെ വന്നിട്ട് ആക്കലെസ്തെ, ചിരഞ്ജീവി സാറിന്റെ ഭയങ്കര ഹിറ്റാണത്. അതും ആക്കലെസ്തിന്റെ, അതും പിന്നെ പോക്രി തെലുഗു, മൈ നെയിം ഇസ് ബില്ലാന്റെ തെലുഗു, ഒത്തിരി ഇതിന്റെ നാനടന്താൽ അതിന്റെ തെലുഗു ഉണ്ട്. അതാണ് പോക്രിന്റെ ബില്ല. നമുക്കപ്പോ ഡാഡി മമ്മി പാടാം. ഡാഡി മമ്മിയിൽ നമുക്ക് ചരണത്തിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ. ഡാഡി മമ്മിയുടെ പാടുന്നതായിട്ട് ഓർമ്മയിലുള്ള ഒരു മെമ്മറി എന്താ? ഡാഡി മമ്മിന്റെ വന്നിട്ട് ഒന്ന് ലൈക്ക് ഫീമെയിൽ ആര് പാടിയത് അറിയാലോ? മമത മോഹൻദാസ്. യെസ്. ലൈക്ക് ആസ് എ ആക്ടർ ലൈക്ക് നമ്മള് ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അത്ര ഇതായിട്ട് പാടുന്നത്. പക്ഷെ ഞാനും മമത മോഹൻദാസും വേറെ കന്നഡ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ട്. സോ ഈ പാട്ട് വന്നിട്ട് ദേവിശ്രീനെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാടിയത് ദേവിശ്രീനാ കേട്ടോ. ഹിറ്റ് പറയുന്നത് ആക്ച്വലി നോക്കിയാൽ ദേവിശ്രീന്റെ സോങ് ആണ്. കോഴി വടക്കോഴി എന്നെ കൊത്തി തിങ്കിരപ്പെടുവാവി, ആ പാട്ടാണ് ഞാൻ ആദ്യം ദേവിശ്രീനും പാടിയത്. ഓക്കെ. അപ്പൊ അത് പോക്കിരിനും മുമ്പേ വന്നത് ആക്ച്വലി. സംതിങ്. സോ അത് വന്നിട്ട് കുറച്ച് ഹിറ്റായപ്പോ ആൾക്കാരൊക്കെ, ഇപ്പൊ നമുക്ക് ഒരു പേര് വരത്തില്ല ഈ പാട്ട് പാടിയ സിംഗർ എന്ന് പറഞ്ഞത്, അപ്പൊ കോഴി നവീൻ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇവിടെ വേറെ അർത്ഥമുണ്ട് കേരളത്തില് കോഴി നവീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എനിക്ക് അവിടെയും കുറച്ച് അറിയാതെ കൊണ്ട് എനിക്ക് എന്റെ അമ്മേ കോഴി നവീൻ ഇത് പ്രശ്നമാവില്ല നാട്ടിലൊക്കെ ഇങ്ങനെ തുടങ്ങിയ. അപ്പൊ അതൊരു ഒത്തിരി കോഴി നവീൻ കോഴി സ്റ്റേജിലേ വന്നിട്ട് അടുത്തത് പാട വരുന്നത് നമ്മ കോഴിയോടെ കോഴി പാടുന്ന കോഴി നവീൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അയ്യോന്റെ അമ്മോ ഇതെങ്ങനെ മാറ്റണം പറഞ്ഞപ്പോഴാണ് എനിക്ക് ദൈവത്തിന്റെ ഒരു ഇതില് പോക്കിരി കിട്ടിയത്. പിന്നെ പോക്കിരി നവീനായി. അയ്യോ അതിൽ നിന്ന് ആ രക്ഷ. പക്ഷെ അങ്ങനെയാണ് ദേവിശ്രീ പ്രസാദിന്റെ. ദേവിശ്രീന്ന് ഓൾമോസ്റ്റ് ഐ സങ് മോർ ദാൻ 20-25 സോങ്സ് പാടിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഐ ഗോട്ട് ഡാഡി മമ്മി ആഫ്റ്റർ ദാറ്റ്. ആൻഡ് അത് വന്നിട്ട് മച്ച് ആഫ്റ്റർ പോക്രി അല്ലേ. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. ഡാഡി മമ്മി ഒന്ന് പാടുമോ? ഹേ അളവാന ഉടമ്പുകാരി അളവില്ല കൊഴുപ്പുകാരി, ஹே அளவான உடம்புக்காரி அளவில்லா கொழுப்புக்காரி, இருக்குது வாடி உனக்கு ராத்திரி கச்சேரி, டாடி மம்மி வீட்டில் விளையாடுவோம்டா. ഈ ഇത്രയധികം ഡാൻസ് നമ്പേഴ്സ് പാടിയിട്ടുണ്ടല്ലോ,
ആക്ച്വലി നവീൻ ഡാൻസ് ചെയ്യോ? എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സ്കൂളിലൊക്കെ ഡാൻസ് ഇത് ചെയ്തിട്ടുണ്ട്, ആ പക്ഷേ അതങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഡാൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. And ഞാൻ പാടുമ്പോഴും ഹി കോൾസ് മീ ജമ്പിങ് ജാക്ക്. ദേവിശ്രീ വന്നിട്ട് ജമ്പിങ് ജാക്ക്. മൈക്ക് ഫോക്കസ് വേണ്ട നമുക്ക്. ആക്ച്വലി പാടുമ്പോൾ നമുക്ക് എസ്പെഷ്യലി സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ആടി ആടി പാടാം. പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തറ പോലെ നമുക്ക് അനങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ ചിലതൊക്കെ വുഡാണ്. വെരി സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ ഞാന് പ്ലേ ബാക്ക് സിംഗറാണ്. ഈ പാട്ടൊക്കെ പാടി പറയുമ്പോൾ അവരുടെ റിയാക്ഷനും ഓ നൈസ്, ഓ ഓക്കെ ഗുഡ്, ഇത് ആരെ മനസ്സിലായത് രവീന്ദ്ര മാഷിന്റെ മകനാന്ന് പറയുമ്പോ ദ സെയിം ഓ രവീന്ദ്ര മാഷിന് ദേ ഗെറ്റ് അപ്പ്, യു നോ. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമുക്ക് ആവാം ആക്ച്വലി യു ക്യാൻ, ബട്ട് രവീന്ദ്ര മാഷിന് പറയുമ്പോൾ ലൈക്ക് ദ റെസ്പെക്ട് ദേ ഹാവ്, the respect is what actually the right word, you know, like അച്ഛനെ കാണാതെ ആൾക്കാരാണ് ഇത്ര ആരാധിക്കുന്നത്. See, not even once, or they don't know Ravindra Mash, but they love him so much just because the song, the composition what he has created. So that is respect. People couldn't accept if I change anything or something differently I sing. See, for me, I don't listen to the songs actually, because I'll come that different topic. അത് ഞാനൊരു പാട്ട് വന്നിട്ട് കേൾക്കത്തില്ല. ഞാൻ വന്നിട്ട് അത് ഈ സ്ട്രക്ചറായിട്ട് പഠിച്ചിട്ട് പിന്നെ ഇങ്ങനെ പാടും. I have a problem with that. I'll tell you later. But അത് പറ്റില്ല, because there shouldn't be any change. ദാസങ്ങൾ പാടിയത് പോലെ തന്നെ വേണം. സി ഇത്ര വർഷമായിക്കോട്ടെ ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല അച്ഛൻ്റെ പാട്ട് എവിടെയും, നോട്ട് ഇൻ ഓൺ സ്റ്റേജ് ഓർ നോട്ട് ഇൻ എ സോഷ്യൽ മീഡിയ എനിവേ, ഞാൻ അച്ഛൻ്റെ പാട്ട് പാടത്തേ ഇല്ല. പക്ഷെ ഇപ്പോഴാണ് ഐ തോട്ട് ഓക്കെ ഫൈൻ മാൻ, ഇപ്പോഴും പാടിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും പാടും പറഞ്ഞിട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ട്, ബിക്കോസ് സി ഐ കെയിം ടു എ കൺക്ലൂഷൻ, യു ടോക്ക് വാട്ട് എവർ യു വാണ്ട്, ലെറ്റ് മീ സിംഗ്. എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എന്ത് പറ്റുമോ ഞാൻ പാടട്ടെ. യു സി, ഈവൻ ഐ എം എ ഫാൻ. See, more than Ravindra Mash as a dad, as a music lover, I'm a big fan of Ravindra Mash, and people are not letting me to sing his song because immediately എന്തറിയോ, അത് ശരിയായില്ല, വന്നിട്ട് ആ അക്ഷരം അങ്ങനല്ല, അത് ശരിക്കും പാടാൻ പറ്റില്ലെങ്കിൽ പാടണ്ട, എന്തിനാ അച്ഛൻ്റെ പേരിങ്ങനെ. So you know, like, so I was really holding back, but now I am 45 now. ഇപ്പോഴും പാടിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും പാടും ഇനി. So now I decided, okay, you talk whatever you want. Any three but any I cannot learn Malayalam, and you know, like I'm not for it. ഞാൻ വന്നിട്ട് ഇനി ഒരു ലേമൻ ആയിട്ട് ഞാൻ ഇരുന്ന് പാടട്ട് പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ എത്രയോ പാട്ടുകളുണ്ട്. എനിക്ക് വന്നിട്ട് അറ്റ്ലീസ്റ്റ് ടു അറ്റംപ്റ്റ് ചെയ്താലേ ആക്ച്വലി യു വിൽ ഇംപ്രൂവ്, യു വിൽ നോ വാട്ട് മിസ്റ്റേക്സ് യു ആർ മേക്കിംഗ്. ബട്ട് അതിന് പോലും വന്നിട്ട് യു നോ, ലൈക്ക് പീപ്പിൾ സേ ലൈക്ക് നോ, don't do it. അങ്ങനെ പറയുമ്പോൾ ലൈക്ക് യു നോ, ലൈക്ക് ദാറ്റ് ഈസ് വൺ തിങ്. ബട്ട് അതർവൈസ് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആണ് അച്ഛൻ്റെ ഇത് പറയുമ്പോൾ. വി ആർ ഓൾ അണ്ടർ ദ ഷാഡോ ആണ്, അച്ഛൻ്റെ ഒരു പേരാണ് ഇങ്ങനെ. സി ഈ നെപ്പോട്ടിസം പറയുന്ന ഒരു സംഭവം ഉണ്ട് ആക്ച്വലി. യു നോ, ലൈക്ക് people think that is much easier when you're son of an actor, son of a music director, but it makes you difficult double or, you know, like 3 times than the ordinary person. See, that's a positive thing, and I am telling about, I told you about the positive and the negative thing also, which falls on, you know, like in Ravindra Mashan, he has made a samrajyam. Yeah, you know, like he has a throne. അത് വന്നിട്ട് നമുക്ക് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. But the problem is when we come out, not only me, even Vijay has faced, Vijay has, Sweta has faced, I know like how much she has faced. അത് ദാസങ്ങൾ പോലെ വരുന്നില്ല. You know, like അത് ശരിയാകത്തില്ല. ആ ദാസങ്ങളൊക്കെ പാടിയ, you know, രവീന്ദ്ര മാഷിന്റെ മോൻ എന്തിനാ ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്നത്. You know, like that always falls on you actually. In nepotism പറയുന്നത്, that's a big pressure. You have to lift along with your dad's name. I am not dad. I am not Ravindra Mash. He is blessed. Dasangal is blessed. You know, like they are all legends.
വി ക്യാൻ നെവർ ഈവൻ ട്രൈ. ആ അടുത്ത് പോലും നമുക്ക് വരാൻ പറ്റില്ല. യു ക്യാൻ ബിക്കം നവീൻ മാധവ്, യു ക്യാൻ ബിക്കം വിഷ്ണു, യു ക്യാൻ ബിക്കം ഹൂവർ യു ആർ, but you can never become Ravindra Mash, you can never become Das Setty, you can never become Ilayaraja. They are, different. They are been sent by God. നമുക്ക് അതാണ് പ്രശ്നം വരുന്നത്. നമുക്ക് ഇപ്പൊ ഒത്തിരി പേര് ചോദിക്കും, why is that you haven't named രവീന്ദ്രൻ, നവീൻ മാധവ് രവീന്ദ്രൻ, എന്തിനാ അങ്ങനെ ചെയ്ത്? ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഈ റീൽ വന്നപ്പോൾ പോലും പലരും അതാ പറഞ്ഞ, ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ സപ്പോസ് രവീന്ദ്രൻ വാസ് ദർ ഇൻ ഹിസ് നെയിം. എന്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, നവീൻ യു ഹാവ് ടു കീപ്, നേരിലെ പറഞ്ഞിട്ടുണ്ട്, ഫേസ് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി, അച്ഛന്റെ പേര് വെക്കണം. ഹി ഹാസ് ഗോട്ട് സോ മച്ച് ഓഫ് ബാക്കപ്പ്, ലൈക്ക് ഫോർ യു ഗൈസ്. നിങ്ങൾ എന്താ അത് യൂസ് ചെയ്യാത്ത പറഞ്ഞിട്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ് വി ഹാവ് ടു ലൈക്ക് ടേക്ക്, ബിക്കോസ് ഐ നോ അബൌട്ട് നെപ്പോട്ടിസം, ഹൗ ബാഡ് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ഓൺ യു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ നവീൻ മാധവ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഐ ഗോട്ട് കുത്തു സോങ്സ്. അല്ല, ഇപ്പൊ വന്നിട്ട് ഞാൻ രവീന്ദ്ര മാഷിന്റെ മകൻ എന്ന് പറഞ്ഞ ബേസിക്കലി വാട്ട് വിൽ ബി യുവർ എക്സ്പെക്ടേഷൻ? ഇപ്പൊ വന്നിട്ട് ഇരുന്നിട്ട് ഭയങ്കര ക്ലാസിക്കലൊക്കെ ഇങ്ങനെ പാടി, ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ. ഇറ്റ് കംസ് ഫ്രം അച്ഛന്റെ, രവീന്ദ്ര മാഷിന്റെ മോനാകുമ്പോ ഇങ്ങനെയല്ലേ, ഹൗ ക്യാൻ യു സിംഗ് ലൈക്ക് ഡാഡി മമ്മി വീട്ടിലില്ല പറഞ്ഞിട്ട് ഇങ്ങനെ ആടുങ്ങട ഡങ്കാമാരി. You can see that is where actually they can even not relate. I am son of Ravindra Mash. മനസ്സിലായോ? ലൈക്ക് somewhere ഒരു നൈസ് മെലഡി സോങ് പാടുന്ന ഒരു സിംഗർ, they can really kind of relate to it. But രവീന്ദ്ര മാഷിന് മൂന്ന് ഈ സൈഡ് മൊത്തം നോക്കിയാൽ കുത്തു 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 പാട്ടാന്നല്ലോ പറഞ്ഞിട്ട് they will not even think about it. So that is where the shock is for everyone. How this is the guy Ravindra Maashna Mona Varanittu. So that is another thing where actually I felt about Ravindra Sangeeta, like that is a different thing. But people really put it on. അവര് സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി അച്ഛന്റെ മേലുള്ള അങ്ങനെ they don't want to give up on my dad. But the problem is when they show the same thing on their kids, not only my dad, any legend or celebrities, kids know, they expect the same thing, which definitely is not going to happen. Nobody knows who is Das Engel's dad. Nobody knows who is my grandfather, my dad's dad. So our legend illayirunno to become for then sons to become a legend. They came from nowhere, right? അങ്ങനല്ലേ? It's not a tradition, hereditary അല്ല. This talent പറയുന്നത് വന്നിട്ട് blessing, it's not hereditary. So that is one thing actually I always feel I keep myself. ഞാൻ മനുഷ്യൻ സാറിന് പോലും പറഞ്ഞിട്ടില്ല ഞാൻ രവീന്ദ്ര മാഷിന്റെ son ആണെന്ന് പറഞ്ഞിട്ട്. He came to know through somebody else. Yes. പിന്നെ because I was completely with them. I told you right, Godfather. So we were getting trained probably like in a studio, singing harmonies, tracks, പിന്നെ tunes, three. അപ്പോൾ I think almost 1 or 2 years കഴിഞ്ഞിട്ട് പിന്നെയാണ് he came to know like and he came like, you are Ravindra Mash's son? ஏன்டா என்கிட்ட சொல்ல, நீ இது எப்படி நீ சொல்லாம இருந்த? I was like people think like there is some problem with me and my dad. Like, but that is not a problem because like our bonding is so different because Achan atramatram actually how he loves music and adores music. അതിന്റെ ഈക്വൽ ആയിരുന്നു, രണ്ട് കണ്ണായിരുന്നു അച്ഛൻ വന്നിട്ട്. ഫാമിലി അത്ര ഇതായിരുന്നു, ബോണ്ടിങ് ആയിരുന്നു. സോ വി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ലൈക്ക് ദാറ്റ് ഫോർ മീ ലൈക്ക്. ബട്ട് ദ സർവൈവൽ ലൈക്ക് ഇഫ് ഡാഡ്സ് നെയിം ഇസ് ദാറ്റ് I have to lift along with my dad's name. And I cannot put him down too. Yes. ഞാൻ ആദ്യം പാടിയ പാട്ട് എതറിയോ? ഉങ്ക അപ്പ മോവനെ കേട്ടിട്ടുണ്ടോ? അത് കോവൈ ബ്രദേഴ്സിലെ സത്യരാജ് ശിവരാജ് ലവ് പന്ന പോരണ്ട, കോവൈ ബ്രദേഴ്സ് ഇമാൻ ലെറ്റർ. അപ്പോ ഈ പാട്ടൊക്കെ പാടണമെങ്കിൽ നമ്മള് അച്ഛന്റെ പേരൊക്കെ കുറച്ച് ഇങ്ങനെ വെക്കണം നമുക്ക്, അല്ലെങ്കിൽ വന്നിട്ട് അത് പ്രശ്നമായി പോകും. ഐറോണിക്കലി ഗൊപ്പ മകന് മീൻസ് ഫാദേഴ്സ് സൺ അങ്ങനെയല്ല മീൻ ചെയ്യണം ഇംഗ്ലീഷിൽ. അതെ അച്ഛന്റെ മോനെ ലൈക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൈക്ക് ടീസിങ്. ഗൊപ്പ മോനെ പറഞ്ഞ ലൈക്ക് ഒരു ചീത്തയാണ് അത് ആക്ച്വലി. ഗൊപ്പ മോനെ പറഞ്ഞ ചെറിയതുപോലെ കലോക്കിയൽ തിങ് ആണ് അത്. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് സോങ്. പക്ഷെ ഞാന് പാടുമ്പോ അച്ഛനില്ലായിരുന്നു കേട്ടോ. ഞാന് 4 years ലഗാൻ തുടങ്ങി.
എ റഹ്മാന്റെ കൂടെ. I started with Lagan. Yeah. So അത് തുടങ്ങിയപ്പോ I thought, wow, this ഇത് വന്നിട്ട് ഇങ്ങനെ പോകുമ്പോ my graph. പക്ഷെ it took 4 years for me to get a solo song. 4 years. So I didn't expect that actually. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ it took 4 years for me to get a proper song. അപ്പോഴും അച്ഛൻ ഇല്ലായിരുന്നു. അച്ഛൻ വന്നിട്ട് ഈ 4 വർഷത്തിൽ വന്നിട്ട്, ബിക്കോസ് അച്ഛൻ ഭയങ്കര ഇതായിരുന്നു. അച്ഛൻ ഹൗ ഹി ഹസ് ബ്രോട്ട് us up, ഞാനാവട്ടെ എൻ്റെ ചേട്ടനാവട്ടെ, not to live in anybody's influence or use anybody's influence, grab anybody's opportunities. ഇങ്ങനെയാന്ന് ആക്ച്വലി my dad was such a clean man. അത് പറഞ്ഞേ പറ്റൂ കേട്ടോ. അച്ഛൻ വന്നിട്ട് അച്ഛനായിട്ട് നോക്കുമ്പോൾ ലൈക്ക് he is such a clean man. He has never thought ill about anybody and opportunities grab ചെയ്യണം, because this field has so much of that. Okay, നമ്മുടെ ഈ സിനിമ ഫീൽഡ് വരുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സംടൈംസ് there are some people actually who grab opportunities, who snatch. പക്ഷെ ഡാഡ് പാവായിരുന്നു കേട്ടോ. ആള് കാണുമ്പോൾ ഭയങ്കര വില്ലൻ പോലെ ഇരിക്കും. പക്ഷെ ഹൂ എവർ നോസ് മൈ ഡാഡ് പേഴ്സണലായിട്ട്, അവരൊക്കെ അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടും. പേഴ്സണലായിട്ട് അറിയുന്ന പറഞ്ഞിട്ട് പാട്ടിനേക്കാളും അച്ഛനെ വന്നിട്ട് അച്ഛനായിട്ട് ഇഷ്ടപ്പെടും. അത്ര നല്ല ഹീസ് സച്ച് എ ഇന്നസെന്റ് പേഴ്സൺ. ഇതുപോലെ അറിയത്തില്ല, അങ്ങനെ ചോദിക്കത്തില്ല, അങ്ങനെയാണ് അതൊന്നും അറിയത്തില്ലടാ എനിക്ക്, അതൊന്നും വേണ്ട, എങ്ങനെ മതി, അത് മതി, അതൊന്നും പറ്റത്തില്ല. ലൈക്ക് ഹീസ് സച്ച് എ നൈസ് ഗൈ. ഐ മിസ് ഹിം സോ മച്ച്. അച്ഛനെ പറ്റി ഇത്രയധികം പറഞ്ഞ സ്ഥിതിക്ക് അരയന്നങ്ങളുടെ വീട്ടിലെ ആ പാട്ടൊന്ന് പാടാവോ? മനസ്സിൻ മണിച്ചിമിഴിൽ, മനസ്സിൻ മണിച്ചിമിഴിൽ, അച്ഛന്റെ പാട്ട്. യെസ്, പാടട്ടെ. മനസ്സിൻ മണിച്ചിമിഴിൽ പനി നീർത്തുള്ളി പോൽ വെറുതെ പെയ്തു നിറയും രാത്രി മഴയാ ഓർമ്മകൾ. മനസ്സിൻ മണിച്ചിമിഴിൽ. വാ, പേടിയാന്ന് കേട്ടോ അച്ഛനും. ഇപ്പൊ ആ റീലിൽ തന്നെ നവീൻ പാടിയിട്ടുള്ള മലയാളം പാട്ടായിട്ട് പറയുന്നത് ബൈസിക്കിൾ തേസിലത്തെ പാട്ടാണ്. മേലെ വാനവിൽ കിളികളായി എന്നുള്ള പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ദീപക് ദേവിനെ കണ്ടുമുട്ടിയത്? എങ്ങനെയാ, ഹൗ ഡിഡ് ദാറ്റ് സോങ് ഹാപ്പൻ? ചേട്ടനാന്ന് വിളിച്ച കേട്ടോ, ദീപക് ദേവ് ചേട്ടനെ വിളിച്ചിട്ട് ഇതുപോലെ നവീൻ ദാറ്റ്സ് എ സോങ്, നമുക്ക് ട്രൈ ചെയ്യാം പറഞ്ഞിട്ട് അങ്ങനെ വിളിപ്പിച്ചേ. അപ്പോൾ അവിടെ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞ് എനിക്കിതൊരു കടപ്പാടാന്ന് കേട്ടോ. സി ബിക്കോസ് ഇറ്റ്സ് എ മെലഡി സോങ്. ഓക്കെ, ആൻഡ് ഹീസ് ഗോണ ട്രൈ ഇറ്റ്. ഓൾറെഡി നമുക്ക് പ്രശ്നമാണെന്ന്. അപ്പോൾ വന്നിട്ട് ഇത് ഇപ്പൊ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ ഒത്തിരി പാടിയിട്ടുണ്ടെങ്കിൽ ഈ മെലഡി എങ്ങനെയാന്ന് പാടാൻ പോകുന്നത്, അങ്ങനെ ഒരു ചോദ്യം ആദ്യം വരും. They will not call. And second thing, language. So ദീപക് ദേവ് ചേട്ടാ അപ്പോഴത്തെ പറഞ്ഞ നമുക്ക് ഇതൊരു കടപ്പാടാണ്, ആൻഡ് നമുക്ക് നന്നായിട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വന്നിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു പറഞ്ഞിട്ട് ഹി ടേക്ക് ഹിസ് ഓൺ ടൈം. ആൻഡ് പ്രൊണൗൺസിയേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ദെൻ അങ്ങനെ ഒരു ഇതിൽ വന്നതാണ്. പക്ഷേ ഹി വാസ് വെരി ഹാപ്പി ഫൈനലി. And it turned out to be a really good song for me. And I think it is very rare for me. I don't have a list of slow numbers at all. There is hardly 1 or 2 songs slow numbers. And the funniest thing is, ഞാൻ മെലഡി പാടണം പറഞ്ഞ് വന്ന ആളാണ്. ഞാൻ സിംഗർ ആണെന്ന് തുടങ്ങിയത് ഗസലിലാണ്. ഹരിഹരൻ സാറിന്റെ ഗസലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അച്ഛന്റെ പാട്ടിലോ ദാസങ്ങളുടെ ഇതിലൊന്നും എഴുന്നിട്ടേയില്ല. ഞാൻ ഐ ഫെൽ ഫോർ ഹരിഹരൻ സാർ. ഹരിഹരൻ സാർ ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഗസൽ കേട്ടപ്പോ ഇത് എന്തൊരു ഐ ലൈക്ക് ദറ്റ് കൈൻഡ് ഓഫ് യുനോ ലൈക്ക് ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് എവരിത്തിങ്. അത് അങ്ങനെ വിഴുന്ന് ഐ ലേൺ ലോട്ട് ഓഫ് ഗസൽസ് ആൻഡ് എവരിത്തിങ്. ആ സമയത്തില് അങ്ങനെ വന്നതാ. ഒരു ഗസൽ പാടോ ഏതെങ്കിലും ഒരെണ്ണം റാൻഡായിട്ട്.
शक्लेसी बनाने आए, फिर बारिश मेरे तन्हाई चुराने आए, दर दीवार पे शक्लेसी बनाने आए. ഇങ്ങനെ ഗുൽഫ എന്ന് പറയുന്ന ഒരു ഇതില് ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഭാഷ ഇതൊക്കെ തൊട്ടിട്ട് എവിടെ അതുപോലെ പാട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വിട്ട് നമ്മള് പ്രാക്ടീസ് ഒക്കെ കാറിൽ പോകുമ്പോ നല്ല പാട്ടൊക്കെ ഇട്ട് ഹൈ പിച്ചില് ആ പിച്ചായിരിക്കും ഇപ്പൊ പോകുന്ന പാട്ട് പാടാൻ പോകുന്നത്. ഓക്കെ, ഈ മേലെ വാനവില്ല് നവീനാണ് പാടിയെന്നുള്ള ആളുകൾ ഇപ്പൊ തമിഴിലെ ആളുകളൊക്കെ കേൾക്കുമ്പോൾ അവർ സർപ്രൈസ്ഡ് ആവാറുണ്ടോ? കാരണം നമ്മുടെ ക്യാരക്ടറിലേ ഇല്ലാത്ത പോലത്തെ ഒരു പാട്ടല്ലേ അത്? ഇല്ല, ഞാൻ അത് എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മള് ഇവിടെ നാട്ടില് തമിഴ് പാട്ട് ഹിറ്റാവത്തില്ലേ? തമിഴ് പാട്ട്, വിജയന്റെ പാട്ട് ഹിറ്റാന്ന്. പക്ഷെ അങ്ങോട്ടൊന്നും അത്ര മലയാളം പാട്ട് കേൾക്കത്തില്ല. ശരിയാ ശരിയാ. എനിക്ക് തോന്നുന്നു ആകെ പ്രേമത്തില് മലരെ മാത്രമേ ചിലപ്പോ കേട്ടിട്ടുണ്ടാവുള്ളൂ ആളുകള്. അതിനു മുമ്പ് അച്ഛന്റെ പാട്ട്, പ്രമദവനം, അത് മാത്രം ഏത് തമിഴ് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലും പ്രമദവനമോ അത് തരുമ്പോ അത് തമിഴ് പാട്ട് പോലെ അവര് പറയാവര്. പക്ഷെ വേറെ ഏത് ഹിറ്റ് സോങ് നമ്മൾ പറഞ്ഞാലും അവർ വന്നിട്ട് അത് കേട്ടത് അവരത്ര ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് പ്രേമം. പിന്നെ ഇപ്പൊ ഈവൻ മൂവീസ് തമിഴ് മക്കളെ ഇപ്പൊ ആൾക്കാരൊക്കെ മലയാളമല്ല കാണുന്നത്. പടമൊക്കെ അത്ര മാത്രം ഇപ്പൊ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും കുഴപ്പമില്ല. പക്ഷെ അന്നൊക്കെ വന്നിട്ട് ഈ ബൈസിൽ തീവ്സ് ഒക്കെ വന്നപ്പോ നോബഡി നോസ് അബൌട്ട് ഇറ്റ്. അവിടെയും അത്ര ഇതായിട്ടില്ല. അത് അപ്പൊ പാടാവോ മേലെ വാനവിൽ? മേലെ വാനിലെ കിളികളായി ചേരാം മാറിവിൽ ചെരുവിലായി, ഇനി ഒന്നായി ഒന്നായി കാണാം കനവേ. തീരാ വെണ്ണില തിരകളായി ചേരാം വെൺമുകിൽ കടവിലായി, ഇനി ഒന്നായി ഒന്നായി ഉയരാം നിലവേ. മൊഴികളിൽ നീരാടാം മിഴികൾ നീന്തിയലയാം, ഇരുളിലോ തിരയാവാമെന്നും, പകലിനായി മഴയാകാം കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൻ തനലേകിടുമോ നിലവേ നിലവേ. ഈ ആകാശങ്ങളാകെ നിനവേ നിനവേ, ഈ താഴ്വാരങ്ങളാകെ നിലവേ നിലവേ. ഓ മെലഡി നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ ശരിക്കും. ഞാൻ മെലഡിയൊക്കെ ചോദിച്ചു ഒത്തിരി കറങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു സമയത്തില് ഈ കിട്ടുന്ന പാട്ടൊക്കെ ഈ പാട്ട് കേട്ടോ. നമ്മള് കന്നിത്തീവ് പൊണ്ണാ കട്ടരുമ്പ് കണ്ണാ, ആ പാട്ട് വന്ന് മിഷ്കിൻ സാറിന്റെ പടത്തിന്റെ പാട്ട് വന്നു. അപ്പോ ഞാനത് പാടേണ്ടത് കേട്ടോ. അപ്പൊ ആ പാട്ടൊക്കെ വിളിച്ചപ്പോ എനിക്ക് മതിയായി. ഫാസ്റ്റ് നമ്പറിന്റെ മേളാന്ന് അത് നമുക്ക് ഹിറ്റാവുന്നത് ഒരു 10 പാട്ടായിരിക്കും. പക്ഷെ ഞാൻ പാടിയ ഒരു 50, 55, 60 പാട്ട് വന്നിട്ട് ഇതേ കത്താഴ കണ്ണാൽ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. ആ കത്താഴ കണ്ണാൽ ഹിറ്റായെങ്കിൽ അതേപോലെ ഒരു 10, 15 പാട്ട് വരും. ഇതാണ് എനിക്ക് ഇതേപോലെ വന്നത്. അപ്പൊ നമുക്കത് പാടി നമുക്ക് മതിയാവും കേട്ടോ. സത്യമാണ്. അത് തിരിച്ചു അതേപോലെയോ തിരിച്ചു അതേമാതിരിക്കും. അപ്പോ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര വിഷമായി. നമ്മൾ വന്നത് മെലഡി പാടാനാണ്. എനിക്ക് ഇഷ്ടം ഏത് സിംഗറിന് ഇഷ്ടം മെലഡിയാണ്. അത് നമ്മുടെ സിംഗർ ആകുമ്പോൾ ആദ്യം പാടുന്നത് മെലഡി അല്ലേ. ആരും വന്നിട്ട് തുടങ്ങുന്നത് കത്താഴ കാണുന്നില്ല, തുടങ്ങത്തില്ല. അതൊരു സിറ്റുവേഷൻ ഇങ്ങനെ ഇതായി. പക്ഷെ നമ്മൾ ഏത് സിംഗറെ നമ്മൾ ആദ്യം പാടുമ്പോൾ നല്ലൊരു മെലഡി ഒന്നിങ്ങനെ പാടിയാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ആയതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇനി നമുക്ക് മെലഡി കിട്ടത്തില്ല എന്താ എനിക്ക് എല്ലാ. അപ്പൊ ഈ റെക്കോർഡിങ് പോയപ്പോ മിസ്കിൻ സാറാണ് പാട്ടൊന്നുണ്ട്, നീ പോയി പാട്ടൊക്കെ കേട്ട് പഠിച്ചു വെച്ചോ, ഞാൻ വന്നോണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ശരി പറഞ്ഞ സ്റ്റുഡിയോ പോയി കേട്ടപ്പോ നല്ല പാട്ട്, കന്നിത്തീവ് പൊന്നാ കട്ടരുമ്പ് കണ്ണാ
നല്ലൊരു മെലഡി പറഞ്ഞ് ഞാൻ ഇങ്ങനെ പഠിച്ചൊക്കെ ഇങ്ങനെ വെച്ച്. അപ്പൊ മിസ്കിന്റെ വന്നപ്പോ പാടാൻ പറഞ്ഞ പാടിപ്പോ ഞാൻ ഇങ്ങനെ നല്ല സുഖത്തിൽ പാടി. எனக்கு அந்த கத்தாழ கண்ணால மாதிரி எனக்கு வந்துட்டு கண்ணி தீது பொண்ணா கட்டெரும்பு கண்ணா இங்க அப்படியா சார் சார் நல்லா இருக்கு சார் மெலடி. இல்லடா அந்த இதுல வந்து கதையில அப்படிதான்டா இருக்கு, நீ அது மாதிரி பாடு. അപ്പൊ എനിക്ക് ഭയങ്കര ഇതാ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് മൂഡേ ഓഫ് എനിക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് സാർ പാട്ട് പാടില്ല സാർ. என்னடா ஆச்சு, ஏன் என்னாச்சு, கோச்சிக்கிட்டியா? இல்ல சார் எனக்கு ഏതോ സാർ എനിക്ക് ഒരു ഫോക്കസ് വരാൻ അങ്ങനെ വിട്ട പാട്ട് പലതും ഉണ്ട് കേട്ടോ. ഞാനൊരു നവീൻ മാധവ് റൗണ്ടിലേക്ക് കിടക്കാണ്. അപ്പൊ ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ ഓരോ പാട്ടിന്റെയും ചില ക്ലൂസ് തരും. അതേതാ ഏത് നവീൻ മാധവ് സോങ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ലിറിക്കില്ല, ഞാൻ ചില സിറ്റുവേഷൻസ് പറയും, അപ്പൊ അത് വെച്ച് ഐഡന്റിഫൈ ചെയ്താൽ മതി, മനസ്സിലാവും? ഓക്കെ. ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള രഞ്ജിത്തിന്റെ കല്യാണ റിസപ്ഷന് പോവാണ്ട് നവീൻ പാടിയ പാട്ട് മൈ നെയിം ഈസ് ബില്ല. മറക്കാത്ത ഒരു സംഭവമാണല്ലോ അത്. അത് പറയാ ബില്ല, അതൊരു എല്ലാ സംഭവം കേട്ടോ. സോ രഞ്ജിത്ത് ഗോവിന്ദ് എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. സോ അവന്റെ കല്യാണമായിരുന്നു അന്ന്, അവന്റെ റിസപ്ഷൻ ആയിരുന്നു ഈവനിങ്. വന്നിട്ട് ഈ ബില്ലാന്റെ വിളി വന്നപ്പോ എനിക്ക് വിളി വന്നിട്ട് എനിക്ക് ഉച്ചയ്ക്കൊക്കെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി യുവൻ ശങ്കർ രാജന്റെ മാനേജർ എന്ന് വിളിച്ചേ. പിന്നെ വാസുണ്ണ വന്നിട്ട് പറഞ്ഞു തരുന്ന ഫുള്ളായിട്ട് ഹിസ് അസിസ്റ്റന്റ് പോലെയാണ്. അപ്പൊ അവരാണ് ആദ്യം പാട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ യുവൻ ശങ്കർ വരുമ്പോ നമ്മള് പാടി വെക്കും അങ്ങനെ. അപ്പോ വാസുണ്ണൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം റെഡിയായി ഇങ്ങനെ വരുമ്പോ സമയം ഇങ്ങനെ പോയിക്കൊണ്ട് എനിക്കൊരു ടെൻഷൻ. ഞാനാണ് ഈ കല്യാണ മാപ്പിളന്റെ ഫ്രണ്ട്, നമ്മുടെ ഇത് മാപ്പിളത്തോഴെന്ന് പറയത്തില്ല, അടുത്തുനിന്ന് എല്ലാരും റിസീവ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോ എന്റെ ഫോക്കസ് മൊത്തം അവിടെയാണോ. അയ്യോ ഇപ്പൊ ഉണ്ടല്ലോ സമയമായിക്കൊണ്ടിരിക്കും, നമ്മ പോയി ഒരുങ്ങണം, അത് ചെയ്യണം, അത് പോണം. അപ്പോ ഇങ്ങനെ സമയമായിക്കൊണ്ടിരുന്ന് 6 മണിയായി കേട്ടോ, 6:30 ആയി. അപ്പൊ എനിക്ക് മൊത്തം ഇല്ല, പാടാൻ തുടങ്ങിയിട്ടില്ല. അപ്പോഴാണ് ആ ലിറിക് കുറച്ച് നമുക്ക് അതില് വേറെ ഒന്ന് ചെയ്യാം, ഇങ്ങനെ കുറച്ച് അതില് പ്രോഗ്രാം ചെയ്യണം, കുറച്ച് ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ വന്നിട്ട് യുവൻ ശങ്കർ വന്നിട്ടില്ല, ഇങ്ങനെ പതുക്കെ പിന്നെ 7 മണിക്കാന്ന് ഐ തിങ്ക് യുവൻ കെയിം. സോ ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ പോയി വാസനെടുത്ത് പറഞ്ഞ, അണ്ണാ நாளைக்கு வந்து பாட்டுமாண்ணா. ஆக்சுவலி என்னடா இல்ல ரஞ்சித்தோட கல்யாணம் நாளைக்கா, அவங்களுக்கு இன்னைக்கு நைட்டே வேணுமே, அவங்களுக்கு வந்து நைட்டுக்குள்ள அவங்களுக்கு அந்த ட்ராக் வேணும், அது ஷூட் ஏதோ போகுது. ஸோ അപ്പോ നമ്മളുടെ ഇൻഡസ്ട്രിയില് വന്നിട്ട് nobody waits. ഇപ്പൊ മുമ്പ് പോലെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ വന്നിട്ട് യു ഹാവ് സോ മെനി സിംഗേഴ്സ്, അവൈലബിലിറ്റീസ് ആർ ലൈക്ക് ലാവിഷ്, അത്രമാത്രം ഉണ്ട്. മുമ്പൊക്കെ ആണ് ലൈക്ക് വെയിറ്റ് ഫോർ, ഇപ്പൊ ഒരു ഈ പാട്ടിനെ ഈ സിംഗർ തന്നെ വേണം പറഞ്ഞ, ഇപ്പോഴൊന്നും അങ്ങനെ ഒന്നുമില്ല. സോ നമുക്ക് വന്നിട്ട് ഡെഫിനറ്റ്ലി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് അവൈലബിലിറ്റി ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. സോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എനിക്ക് ഭയങ്കര പറഞ്ഞ, ഇല്ലടാ നാളേക്ക് തെല്ലടാ ഇരിക്കുമാ, അത് സാങ് ഇരിക്കുമാനി തെല്ല പറഞ്ഞിട്ട് തുടങ്ങിയ പാട്ടാണ് കേട്ടോ. അതും വന്നിട്ട് നമുക്ക് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ പാട്ടൊക്കെ പാടി കഴിയുമ്പോ ഐ തിങ്ക് ഓൾമോസ്റ്റ് 9:30 ഞാൻ ഡിന്നറിനാ പോയത് ശരിക്കും. രഞ്ജിത്തിന്റെ റിസപ്ഷൻ ഡിന്നറിൽ പോയി കഴിച്ചിട്ട്. ബട്ട് ഓബ്വിയസ്ലി സി ദേ ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ് ബിക്കോസ് ദേ നോ എല്ലാരും ഈ ഇൻഡസ്ട്രി ഇല്ല. സോ ദേ നോ ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ്. വർക്ക് ഭയങ്കരാണ് ഇവിടെ. നമുക്കൊന്ന് അയ്യോ പോകുന്നുണ്ട്, എല്ലാ ഫ്രണ്ട്സ് ഒക്കെ വന്ന് കാണും, എല്ലാരും അവിടെ ഗുജാലടിച്ചോണ്ടിരിക്കുന്നു. സോ അങ്ങനെ ഒരു ഇതായിരുന്നു. ബട്ട് അതർവൈസ് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി വൺ ഓഫ് മൈ ബെസ്റ്റ്. എന്റെ ഇതിൽ വന്നിട്ട് എന്റെ ലിസ്റ്റില് വൺ ഓഫ് ദി ടോപ്പ് സോങ് ഇപ്പോഴും മൈ നെയിം ഇസ് ബില്ല. Some lines, my name is Billa. My name is Billa, வாழ்க்கையெல்லாம் My name is Billa, வாழ்க்கையெல்லாம் நானும் பார்க்காத ஆளில்லை, போகாத ஊரில்லை ஐயா, நல்ல நண்பன் இல்லை என்றால் எங்கு போனாலும் விடமாட்டேன், நானாக தொடமாட்டேன் ஐயா. അടുത്ത ക്ലൂ റെഡിയാണോ? ഹാരിസ് ജയരാജനെ കൊണ്ട് റോക്ക്, ഇലക്ട്രോണിക് ഗിറ്റാർ വെച്ചിട്ടുള്ള പാട്ടുകൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ
പുള്ളി ഒരു ഗാനാപ്പാട്ട് എടുത്ത് വിട്ടു. ഡങ്കാമാരി. ഡങ്കാമാരി ഇസ് ഓൾസോ എക്സ്പീരിയൻസ്. എല്ലാ പാട്ടിലും ഉണ്ട് കേട്ടോ, എന്തെങ്കിലും എവിടെയെങ്കിലും എന്ത് കാണും. ഡങ്കാമാരി എന്നെ വിളിച്ചപ്പോ അത് വന്നിട്ട് മരണ ഗാന വിജി പറഞ്ഞിട്ട് ഒരാളെന്ന് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ധനുഷും പാടിയിട്ടുണ്ടായിരുന്നു. ധനുഷും പാടി. അപ്പോ എന്നെ വിളിച്ചപ്പോ മെയിൻ ആയിട്ട് വിളിച്ചത് ചരണമാണ്. ചരണത്തിൽ വന്നിട്ട് ഒരു എറ്റാതെ ഒരു സ്ഥലത്തിൽ ഒരു ഇതുണ്ട്. ആ പോർഷൻ വന്നിട്ട് പാടാൻ പറ്റുമോ പറഞ്ഞിട്ട് എന്നെ വിളിച്ചേ. അപ്പൊ ഞാൻ അവിടെ പോയപ്പോ തന്നെ പാട്ടൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആടാ സൂപ്പർ, ഡെഫിനറ്റ്ലി ഹിറ്റ്. ഈ പാട്ട് ഡങ്കാമാരി ഡങ്കാമാരി കേട്ടപ്പോഴേ എനിക്ക് സൂപ്പർ അങ്ങനെ പറയുന്നത്. അപ്പോ നമുക്ക് വന്നിട്ട് ഇത് അച്ഛന്റെ വോയിസ് ആണ് കേട്ടോ. അച്ഛന് നല്ല പിച്ചൊക്കെ സൂപ്പർ ആയിട്ട് പോകും. അപ്പോ പിച്ച് വന്നിട്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇതാണ്. ഒത്തിരി പാട്ടിൽ വന്നിട്ട് ഹൈ പിച്ചിനൊക്കെ വിളിക്കും. അപ്പൊ വന്നിട്ട് എനിക്ക് ഉറപ്പായിരുന്നു അത് പാടാൻ പറ്റും നമുക്ക്. ഓക്കെ, ആ പിച്ച് അടിച്ചിടലാൻ പറഞ്ഞിട്ട്. അപ്പോ ഹാരിസ് വന്നിട്ട് இந்த பிச்சு வருமாயா அவனுக்கு கீவேர்டு டிங் 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 அது பாடிடலாம் சார். பாடிப்பாரு சார். பூத்துல போறோம், அடிக்கிறோம், அவ்வளவுதான். പറഞ്ഞിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് അപ്പ് ബൂത്തിൽ പോയി ഓപ്പൺ. പക്ഷെ നമുക്ക് ആ സ്ട്രെയിൻ നമ്മള് വെറുതെ നമ്മൾ വോയിസ് കളയേണ്ടതല്ല. നമുക്ക് സ്ട്രെയിറ്റ് അവിടെ പോയിട്ട് കേട്ടിട്ട് ടപ്പ് നടിച്ചാൽ മതി. പിന്നെ നോക്കിയാ ആ പാട്ട് ഫുൾ ആയിട്ട് പാടി. ധനുഷിന്റെ പോർഷൻ ഒക്കെ മരണ ഗാനന്റെ വിജിന്റെ പാടിയില്ല, പക്ഷെ ധനുഷിന്റെ ഇതൊക്കെ മൊത്തം പിന്നെ പാടി. ബിക്കോസ് ഒന്നായത് വന്നിട്ട് ആദ്യം ആ സ്ലാങ് ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് സ്ലാങ്. ഇത് നമ്മള് ഈ നോർത്ത് മെഡ്രാസിന്റെ സ്ലാങ് പോലെ അല്ല, അതിനേക്കാളും ഡീപ്പാണ്. നോർത്ത് മെഡ്രാസിന്റെ ഞാൻ ഒത്തിരി പാടിയിട്ടുണ്ട്, നമുക്കറിയാതെ എങ്ങനെയെന്ന്. പക്ഷെ ഇത് വന്നിട്ട് അത് വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു വേറെ ഒരു സംഭവമായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, അതിൽ തന്നെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് കുറെ ഇന്റർപ്രിട്ടേഷൻ, കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ ഡങ്കാമാരി ഉദാരി അതൊരു വേറെ മീറ്റർ, അത് കഴിഞ്ഞിട്ട് റൊട്ടെടുത്ത് അവിടെ കുറച്ച് താഴെ. അതെ, അത് മൊത്തം ധനുഷിന്റെ ആയിരുന്നു. മറ്റേത് വന്നിട്ട് മരണഗാന വിജി. അത് മൊത്തം വന്നിട്ട് മരണഗാന വിജയായിരുന്നു. പിന്നെ ഈ പാടിയത് ഞാൻ റീപ്ലേസ് ചെയ്ത് വന്നിട്ട് അതെല്ലാം വന്നിട്ട് കൗണ്ടർ. പിന്നെ ചരണത്തിലാന്ന് ആക്ച്വലി വന്നിട്ട് ബിക്കോസ് ശരിക്കും നോക്കിയാ ആ പാട്ട് കിട്ടിയതേ അങ്ങനെയാണ്. അല്ലെങ്കിൽ വന്നിട്ട് പ്രോബ്ലി ദേ വുഡ് ഹാവ് ഡൺ വിത്ത് ഇറ്റ്. ആ പാട്ട് വന്നിട്ട് ആ പിച്ച് പ്രോബ്ലി ലൈക്ക് ഈവൻ ദേ കുഡന്റ് റീച്ച് ഇറ്റ് ആ ചരണത്തില്. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി ദേ കോൾ മീ. ഐ ടോൾഡ് യു ആദ്യം ചരണ ട്രൈ ചെയ്ത്, പിന്നെ അത് നന്നായിട്ട് വന്നപ്പോ ദേ ട്രൈ ദ ഹോൾ സോങ്. അടുത്ത ചരണം വന്നിട്ട് கண்டுக்கல பாவத்திய மதிக்கல ஏமாலத்திய தள்ளி விட்ட ரேவத்திய ஓட விட்டேன் கோமத்திய ஃபிகருங்க குத்துடு மேட்ட காத்தாம் நான் மாட்டிக்காம கட்டிக்கினேன்னு காத்தாம் இவ பார்த்ததுமே ஆகி விட்டேன் சிக்காத்தாம் என்னம்மா இங்க விட்டு மாத்தி நீயே பேக்காத்தாம் முட்டைக்கணம் ஊட்டிக்கின்னு புருவத்தை தான் சுருக்கிக்கின்னு பொட்டு பூவும் வச்சுக்கின்னு புடவையத்தான் கட்டிக்கின்னு கண்ணால வலை விரிச்சா கண்ணம்மா உன்னை கண்ணாய் விட்ட கண்ணி பையன் நானம்மா உன் காதல தான் டப்பு நின்னு சொல்லம்மா நீ சொல்லாம் கட்டி செத்தம் போனோம் நானம்மா டங்கா மாறி ஊதாரி புட்டுக்கின நீ நாரி ருட்டெத்து கோட்டு போட்டேன் கோட்டு மேல ரோட்டு போட்டேன் ரொட்டு மேல ஆட்டம் போட்டு ஆள போட்டேன். നമുക്ക് എപ്പോഴെങ്കിലും ചെന്നൈ വന്നിട്ട് നേരിട്ട് ജാം ചെയ്തിട്ട് പാടാം. തീർച്ചയായിട്ടും. ഞാൻ രവീന്ദ്രൻ മാസ്റ്റർ ചില ആളുകൾ പറയുന്ന കാര്യങ്ങളും ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്, വളരെ സീരിയസ് ആയിട്ട് ലൈഫിനും മ്യൂസിക്കിനൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജ്. അതിന്റെ നേരെ തന്നെ ഒരു കോൺട്രാസ്റ്റിങ്ഷൻ ആയിട്ടുള്ള ഒരു മകനാണ്. ഭയങ്കര കൂളാണ് നിങ്ങള്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. ഇല്ല ആക്ച്വലായിട്ട് വന്നിട്ട് അച്ഛൻ ഭയങ്കര കൂളാണ് കേട്ടോ. അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളാന്ന് ആൻഡ് ഭയങ്കര എന്റർടൈനർ ആയിരുന്നു. ഞാൻ അച്ഛനോട് ഒത്തിരി
കമ്പോസിനൊക്കെ പോകും. അച്ഛനോട് കമ്പോസിൻ ഒത്തിരി വന്നിട്ട് ഷൊർണൂറും പിന്നെ എവിടെയെങ്കിലും നാട്ടിലൊക്കെ, നമ്മൾ ചെന്നൈയിലായിരുന്നല്ലോ. അപ്പൊ അത് മെയിനായിട്ട് ഞാൻ പോകുന്നത് അച്ഛനോട് പോയി ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനാണ് കേട്ടോ. ആ ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് ഫ്രൂട്ട് സലാഡ്സും ഇങ്ങനെയൊക്കെ എടുത്ത് മേടിച്ച് കഴിക്കാം. സോ നമുക്ക് അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ പോകുമ്പോഴൊക്കെ അച്ഛനെ ചുറ്റി എപ്പോഴും ഒരു 5-6 പേര് കാണും കേട്ടോ. പ്രൊഡ്യൂസർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവട്ടെ, അച്ഛൻ മാത്രമേ ഉള്ളൂ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റരൊക്കെ ഇങ്ങനെ ചിരിച്ചൊരു വഴിയാവും. അച്ഛൻ അത്രമാത്രം നന്നായിട്ട് പറയും കേട്ടോ. ഇത് അച്ഛന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ നല്ലതാണ്. അച്ഛനൊന്ന് പറയുന്ന ഒരു സംഭവം എടുത്ത് ഞാൻ എങ്ങോട്ട് പോയപ്പോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു, അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാരും ഇങ്ങനെ കേട്ടുപോകും. അച്ഛന് ഭയങ്കര ഇതായിരുന്നു. അച്ഛന് ഭയങ്കര ജോബിയിലായിരുന്നു. അച്ഛന്റെ ലുക്കാന്ന് അച്ഛനൊന്നും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എല്ലാം പേടിച്ചു പോകും. പക്ഷെ അച്ഛൻ ആദ്യം ചെയ്യുന്നത് എന്തറിയോ, ഈവൻ ന്യൂസ് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, പുതിയതായിട്ട് ചാൻസ് ഒക്കെ ചോദിച്ചു വരത്തില്ല സിംഗർ, ആദ്യം വന്നിട്ട് അച്ഛനൊന്ന് അവരെ കംഫർട്ട് ചെയ്യും. ആദ്യം കുറച്ചു നേരം ഒന്ന് സംസാരിക്കും. പിന്നെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞ് ചെയ്ത് കുറച്ച് സംസാരിക്കും. അങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ പാട്ട് പാടാൻ പറയുന്നത്. അച്ഛൻ ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, അച്ഛൻ വന്നിട്ട് സൂപ്പർ ആണ്. വൺ ഓഫ് ദ പ്യൂറസ്റ്റ് ഹാർട്ട് ആണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഹാർമോണിയം തന്നിട്ടുള്ളതും നവീനല്ലേ? യെസ്, ഐ വാസ് ബ്ലെസ്ഡ്. എന്റെ അടുത്ത് കൊടുത്തതാ. അതൊക്കെ പറയണ്ട, എനിക്ക് ഭയങ്കര വിഷമായി പോകും. ഞാൻ അച്ഛനെ കുറിച്ച് ഞാൻ ഓൾമോസ്റ്റ് ഒരു 15 to 16 years ഞാൻ സംസാരിക്കത്തേ ഇല്ല. എവിടെ പോയാലും ഇവിടെ അച്ഛന്റെ പാട്ട് കേൾക്കത്തില്ല. അച്ഛന്റെ എന്ത് വന്നാലും ഞാൻ മാറ്റി കളയും. അമ്പലത്തിൽ പോകത്തില്ല. എനിക്ക് അത് ഭയങ്കര ഇതായിരുന്നു. ഒരു ഇപ്പോഴാണ്, പക്ഷെ അതും ശരിയായിട്ടില്ല, ഒട്ടും ശരിയായിട്ടില്ല. ഇപ്പോഴ ടോപ്പിക് വരുമ്പോഴേ നമുക്ക് അത് കുറച്ച് ഇതാവും. അത് പ്രശ്നം. അത്ര ഇഷ്ടം. ഓ ഗ്രേറ്റ്. ആൻഡ് എന്തായാലും ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഡെഫിനറ്റ്ലി അച്ഛനെ പോലെ ആ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ രീതിയിലുള്ള പ്രാപ്തിയുമുണ്ട് നവീൻ എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് ഇതൊക്കെ കേട്ടപ്പോൾ. ഡെഫിനറ്റ്ലി മ്യൂസിക് ഡയറക്ടറായിട്ട് വരണം, മലയാളത്തിനും തമിഴിലും പാട്ടുകൾ ചെയ്യണം, പാടണം. ആൻഡ് നമുക്ക് നേരിട്ട് കാണണം. എനിക്കറിയാം ചെന്നൈയിൽ വരും പ്രോബബ്ലി ഈ ഇയറിൽ നിന്ന്. നമുക്ക് കാണണം. കുറേ കൂടി കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ട്. You are an amazing human being. Thank you for the time. Thank you. Oh, my pleasure. Nice meeting. Thank you. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.